വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി എന്ന് പറയുന്ന ഒരു പുസ്തകം, അവിടാണ് ബൈബിൾ തുടങ്ങുന്നത്. ഉൽപ്പത്തി പുസ്തകം, അതിന് ഏകദേശം 50 അധ്യായമുണ്ട്. അതിൻ്റെ 2-ാമത്തെ അധ്യായം, സെക്കൻഡ് ചാപ്റ്റർ, അതിൻ്റെ 18-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഇങ്ങോട്ട് നോക്കൂ, ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ല. ഇത് പറഞ്ഞത് ദൈവമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത, അല്ലേ? ദൈവമാണെന്നുള്ളതാണ്. എന്നാൽ ഒറ്റയ്ക്ക് ഇന്ന് പാർക്കുന്നവരില്ലയോ? ഒറ്റയ്ക്ക് പാർക്കുന്നവരില്ലയോ? ഉണ്ട്. സന്യാസിമാര് ഏകരാണ്. വിവിധ മതത്തിലുള്ള ചർച്ചിലുള്ള പുരോഹിതന്മാർ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കുള്ളവരുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നു ഏകനായിരിക്കുന്ന എന്തല്ല, നന്നല്ല. അപ്പം ഇത് പറഞ്ഞത് ദൈവമാകയാൽ എന്തൊക്കെയോ പദ്ധതികൾ മനുഷ്യനെ കുറിച്ചുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയത്തില്ല. മനുഷ്യനെ ദൈവം ഉണ്ടാക്കുന്നത് മണ്ണ് കൊണ്ടാണ്, നമുക്കറിയാം. മണ്ണ് കൊണ്ട് ദൈവം നമ്പരാൻ മനുഷ്യൻ്റെ ഒരു ആകൃതി, ഒരു മണ്ണാങ്കട്ട, ഒരു ആകൃതി ഉണ്ടാക്കി ആ മണ്ണിൻ്റെ അകത്തോട്ട് ദൈവത്തിൻ്റെ ശ്വാസം എന്ത് ചെയ്തു? ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. പക്ഷേ ആ ജീവനുള്ള ദേഹിയാക്കി തീർക്കുമ്പോൾ അന്ന് സൃഷ്ടിച്ച മനുഷ്യനെക്കുറിച്ചുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ അവരെ ആണും പെണ്ണുമായിട്ട് എന്ത് ചെയ്തു? സൃഷ്ടിച്ചെന്ന ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു. മീൻസ് ആ മണ്ണ് ആയി കിടന്ന മനുഷ്യനിൽ ദൈവത്തിൻ്റെ ശ്വാസം മൂതി അയാൾ ജീവനുള്ള ദേഹിയായിട്ട് വരുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ മാത്രമല്ല, പിന്നെ അതിനകത്ത് ആരോടുണ്ട്? ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചെന്ന ആണും പെണ്ണുമായി. മീൻസ് അതിനകത്ത് ആണും ഉണ്ട്, പെണ്ണും ഉണ്ട്. അപ്പം എന്നിട്ട് ദൈവം പറയാണ്, അവരെ അനുഗ്രഹിച്ചിട്ട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ പെരുകണം, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകണം എന്ന് പറഞ്ഞാൽ വാളകത്ത് മൊത്തം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, കൊട്ടാരക്കരയിൽ മൊത്തം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, കേരളത്തിൽ മുഴുവൻ ആദാമിൻ്റെ കുഞ്ഞുങ്ങൾ, ഇന്ത്യയിൽ മൊത്തം, അമേരിക്കയിൽ മൊത്തം. നോക്കി, സ്തോത്രം. ലിസൺ, ബൈബിളിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഭൂമിയെ പറ്റിയുള്ള ദൈവത്തിൻ്റെ കോൺസെപ്റ്റ്, ദൈവം തമ്പുരാൻ നിർമ്മിച്ച ആദാമിൻ്റെ തലമുറയെ കൊണ്ട് ഭൂമി മൊത്തം എന്ത് ചെയ്യണം? നിറയണം. അങ്ങനെ വർദ്ധിച്ചു പെരുകുവീൻ, വർദ്ധിച്ചു പെരുകി വർദ്ധിച്ചു പെരുകുവീൻ. പക്ഷെ എത്ര നാളാണെന്നറിയത്തില്ല, കുറെ ദിവസം കഴിഞ്ഞിട്ട് പെരുകലില്ല. എപ്പം നോക്കിയാലും ആദാം ഒറ്റയ്ക്ക നടന്നുകൊണ്ടിരിക്കുക, പെരുകുന്നില്ല, ആൾ ഒറ്റയ്ക്ക. അപ്പൊ തമ്പുരാന് മനസ്സിലായി, ഞാൻ ഭൂമിയെക്കുറിച്ചും ആദാമിനെ കുറിച്ചും എൻ്റെ മനസ്സിലെ പദ്ധതികൾ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഇവൻ ഏകനായിരിക്കുന്നത് എന്തല്ല. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, ഞാൻ അവന് തക്കതായ ഒരു തുണയെ എന്ത് ചെയ്യും? ഉണ്ടാക്കി കൊടുക്കും. എങ്ങനെ ഉണ്ടാക്കിയത്? അത് പ്ലാൻ ചെയ്തപ്പോൾ ഇയാളെ ഉറക്കിക്കെടുത്തിയിട്ട് സ്ത്രീയുടെ പാർട്ട് എടുത്ത് മാറ്റി എന്നാ ഞാൻ ചിന്തിക്കുന്നത്. ഒരു വാരിയിൽ മാറ്റിയപ്പോൾ അതിനകത്തുനിന്നാണല്ലോ ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചെന്ന. അപ്പോൾ അതിനകത്ത് സ്ത്രീയുടെ പാർട്ട് എടുത്ത് മാറ്റി. എന്നിട്ട് ഇയാൾക്ക് ഗാഠനിദ്ര. ഇയാൾ ഉണർന്നപ്പോൾ അയാൾ മനസ്സിലാക്കി, ഇത് എൻ്റെ അസ്ഥിയും എൻ്റെ മാംസവുമാണ്. തിരിച്ചറിഞ്ഞു, എനിക്ക് തക്കതായ ഒരു തുണ. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആരംഭം അവിടെ തുടങ്ങുക ആദാമുമായി ഹവ്വയുമായി, 2 പേരായി. ദൈവത്തിൻ്റെ ഭൂമിയെക്കുറിച്ച് എന്താ ചിന്ത? ഭൂമിയിൽ ആദാമിന്റെയും ഹവ്വയുടെയും തലമുറകളെ കൊണ്ട് എന്ത് ചെയ്യണം? ഭൂമി നിറയണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ആദാമിന്റെ തലമുറയെ കൊണ്ട് ഭൂമി നിറയണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെല്ലിക്കുന്നം, കൊട്ടാരക്കര, വാളകം, കേരളം, ആദാമിന്റെ. ഞാൻ പറഞ്ഞു, ഈ പുള്ളിക്ക് എന്തിനാ ഇത്രമാത്രം പിള്ളേര്? ആദാമിന് ഭൂമി ഇത്രയും പിള്ളേരെന്തിന്? ഇപ്പൊ ദൈവം പറയാണ്, ആദാമിന് എൻ്റെ പേരാ, അല്ലെങ്കിൽ എൻ്റെ മോൻ ആദാം. ലൂക്കോസ് എന്ന് പറയുന്നൊരു സുവിശേഷം ബൈബിളിനകത്തുണ്ടായി. അതിൻ്റെ 3-ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വാക്യത്തിൽ ഒരു വാക്യം പറയുന്നു. 2-3 പേരുകളാ ഞാൻ എടുത്തു പറയാം. ഇങ്ങനെയാണ്, ഇങ്ങോട്ട് നോക്കൂ. കൈനാൻ ഏനോഷിന്റെ മകൻ, ഏനോഷ് ഷേത്തിന്റെ മകൻ, ഷേത്ത് ആദമിന്റെ മകൻ, ആദം ദൈവത്തിന്റെ മോൻ. ആദം ആരുടെ മോൻ? ദൈവത്തിന്റെ മോൻ. അപ്പൊ ദൈവം പറയാണ്, എൻ്റെ മോനായ ആദാമിന്റെ പിള്ളാരെ കൊണ്ട് ഭൂമി മൊത്തം നിറയണം. അതെന്തിനാ അങ്ങനെ? ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ മോൻ ആദാമാണെങ്കിൽ ആദാമിന് എൻ്റെ സ്വഭാവമുണ്ട്. എന്നെ കൂടെ നിങ്ങൾ വന്നേ, എൻ്റെ സ്വഭാവമുണ്ട്. അപ്പം ആദാമിന് തലമുറകൾ ഉണ്ടായാൽ ആദാമിൻ്റെ തലമുറകൾക്ക് ആരുടെ സ്വഭാവം വരും? ആരുടെ ദൈവ സ്വഭാവം. മീൻസ് ഹലോ ഇങ്ങോട്ട് നോക്കി, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ 2-ാമത്തെ മോനാ. ഞങ്ങൾ 3 പേരാ. വിശുദ്ധ ബൈബിൾ പ്രകാരം കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കോൺസെപ്റ്റ്, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവ സ്വഭാവമുള്ളവരെ കൊണ്ട് ഭൂമി മൊത്തം എന്ത് ചെയ്യണം?
എങ്ങനെയും പിള്ളേരെ വളർത്തുക എന്നുള്ളതല്ല, എങ്ങനെയും പിള്ളേരെ ജനിപ്പിച്ച് ഇഷ്ടമുള്ളതുപോലെ കൊണ്ടുപോകുക എന്നുള്ളതല്ല. സകല പേരൻസും ഇന്ന് ഈ മെസ്സേജ് വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം, സകല പേരൻസും. ബിക്കോസ് ദൈവത്തിന് ഭൂമിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദൈവ സ്വഭാവമുള്ളവരെ കൊണ്ട് നിറയ്ക്കണം. ഇങ്ങോട്ട് നോക്കൂ, ദൈവ സ്വഭാവമുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യണം? നിറയണം. പക്ഷെ ആദാമിന് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയോ? ഇല്ല. കാരണം എന്നാണെന്നറിയാവോ? ആദാമ് പാപം ചെയ്യേണ്ടതായിട്ട് വന്നു. ഇങ്ങോട്ട് നോക്കൂ, ഞാൻ ഒരു വാക്യം ഈ പുസ്തകത്തിനകത്ത് നോട്ട് ചെയ്തു, അത് പറയാനായിട്ട് ഇപ്പോൾ എനിക്ക് സമയമില്ല, അതുകൊണ്ട് പറയുന്നില്ല. ഒരു വാക്യമുണ്ട്, അവൻ നിന്നെ ഭരിക്കും എന്ന് പറയുന്നൊരു പദം ഈ ബൈബിളിനകത്തുണ്ട്. സ്തോത്രം. ഭരിക്കും. ഈ ഭരിക്കും എന്ന് പറയുന്ന പദം ബൈബിളിൽ വരാൻ കാരണം അവരുടെ ലൈഫിനകത്തൊരു പാപം എന്ത് ചെയ്തു? വന്നു. ഒരു പാപം വന്നു. ആ പാപത്തിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഹവ്വ എന്ന് പറയുന്ന ആളാണ്. സ്തോത്രം. ചില മിനിറ്റുകൾ കൊണ്ട് ഞാൻ ഈ ഭാഗം വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ സഹോദരങ്ങളെ, ഈ അൻപിൻ്റെയും പ്രിയമകൾ ജിബിയുടെയും വിവാഹ ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിനകത്ത് ഭൂമിയെക്കുറിച്ചും നമ്മെക്കുറിച്ചും എന്താണോ പദ്ധതി ഉള്ളത്, ആ പദ്ധതിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നമ്മുടെ റൂട്ടൊന്നും മാറിയിട്ടുണ്ടെന്നൊരു ബോധ്യം ഇന്ന് പകൽ വരുന്നെങ്കിൽ തലമുറകളെ ദൈവത്തിന് പറ്റിയ തലത്തിൽ വളർത്താൻ ഇന്ന് പകൽ നാം തീരുമാനമെടുക്കണം. സ്തോത്രം. നോക്കൂ, അവിടെ വായിക്കുന്ന രണ്ട് വാക്യം, അവരെ ഒരുമിച്ച് പാർക്കാൻ ദൈവം അനുവദിച്ചു. അവർ ഒരുമിച്ച് പാർത്തു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവരുടെ ലൈഫിനകത്ത് പാപം എന്ത് ചെയ്തു? കയറി വന്നു. ഇങ്ങോട്ട് നോക്കൂ, പാപം കയറി വന്നു. ആ പാപത്തിന്റെ കാരണം ഞാൻ പല സ്ഥലത്തും എൻ്റെ പ്രസംഗവേദിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. അന്ന് ആദാമിന്റെ ലൈഫിൽ ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമാക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു പ്രശ്നം വന്നത് ഹവ്വായുടെ ഒറ്റയ്ക്കുള്ള ഒരു സഞ്ചാരമായിരുന്നു അല്ലേ? അവരെ രണ്ടുപേരെയും തോട്ടത്തിനാക്കി. ഇങ്ങോട്ട് നോക്കും, ഏദൻ തോട്ടം എന്ന് പറയുമ്പോൾ 10 സെന്റ് സ്ഥലമാണോ? ഏദൻ തോട്ടം 10 സെന്റ് സ്ഥലമാണോ? ഏദൻ തോട്ടം 10 സെന്റ് സ്ഥലമാണോ? 1 ഏക്കർ സ്ഥലമാണോ? ആണോ? അല്ല. ഒരു വലിയ തോട്ടം. ആ തോട്ടത്തിലാക്കിയിട്ട് പറയുന്നു എല്ലാം കഴിക്കാം, നടുക്ക് നിൽക്കുന്ന വൃക്ഷഫലം എന്ത് ചെയ്യരുത്? തിന്നരുത്. ഇങ്ങോട്ട് നോക്കൂ, എൻ്റെ ചിന്ത പറയട്ടെ, ഈ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷം ഏതാന്ന് കണ്ടുപിടിക്കാൻ തന്നെ പുള്ളിക്കാരി കുറേ സമയം എടുത്ത് കാണും. കാരണം ഇത് 10 സെന്റിനകത്തുള്ളൊരു മരമല്ല, 1/2 ഏക്കറിന് നടുക്ക് നിൽക്കുന്ന മരമല്ല, ഒരു വമ്പൻ തോട്ടം. അവിടെ തൊട്ട് ഇയാളെ വിട്ടേച്ച് കുറേ ദൂരം സഞ്ചരിച്ച് അന്വേഷിക്കുക ഏതാ. ആ മരം കണ്ടുപിടിക്കാൻ തന്നെ മാസങ്ങൾ എടുത്തു കാണും. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? സ്തോത്രം. എന്നിട്ടോ ഒരു ഫലം കണ്ടു, ആ കാഴ്ചയിൽ തന്നെ അത് ഇഷ്ടപ്പെട്ടു, അവൾ കഴിക്കുക മാത്രമല്ല ഭർത്താവിന് എന്ത് ചെയ്തു? കൊടുത്തു. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും ഒരു കുടുംബം സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ തമ്പുരാൻ അവരോട് ആദാമിനോട് പറഞ്ഞ ഏറ്റവും ഗൗരവമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേൾക്കുകയും, ഇങ്ങോട്ട് നോക്കേ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേൾക്കുകയും ഞാൻ നിന്നോട് പറഞ്ഞത് അനുസരിക്കാതിരിക്കുകയും ചെയ്തു. നിന്റെ ഭാര്യയുടെ വാക്ക് കേൾക്കുന്നതല്ല വിഷയം, കേട്ടേ പറ്റൂ. നിങ്ങൾക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പദങ്ങൾ കേട്ടേ പറ്റൂ. പക്ഷെ അവിടുത്തെ പ്രശ്നം നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടത് മാത്രമല്ല, ഭാര്യയുടെ വാക്ക് കേൾക്കുകയും ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് നീ എന്ത് ചെയ്തില്ല. അതാ വിഷയം. ഭാര്യമാര് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? കേട്ടേ പറ്റൂ. മിക്കവാറും സ്ഥലം അവരുടെ പേരില്ല, വാഹനം അവരുടെ പേരില്ല. ഗൾഫിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സാലറി കൂടുതലും അവർക്ക് തന്നെയാണ്. കേട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ടാ. സ്തോത്രം. പക്ഷേ പ്രശ്നം കേൾക്കുക എന്നുള്ളതല്ല. കേൾക്കേണ്ടി വന്നാൽ കേൾക്കണം. ഇവിടുത്തെ പ്രശ്നം നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടു അല്ല, പിന്നെ ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അതിന് തത്തുല്യമായി ചൂടുവെക്കാൻ നാം തയ്യാറായാൽ നിശ്ചയമായും ലൈഫ് സക്സസ്ഫുൾ ആകും. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഒരു പഴത്തിന്റെ പേര് രണ്ടുപേരും എന്ത് ചെയ്തു? സ്കിപ്പ് ചെയ്തു. ഏതിന് പുറത്തായി. അന്ന് ഒരു കോൺവെർസേഷന്റെ എൻഡിങ് രണ്ടുപേരും പുറത്താകുമായിരുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. അടുത്ത ഭാഗം പഠിക്കുമ്പോൾ നോഹ എന്ന് പറയുന്ന ഒരാളുണ്ട്. അറിയാമോ നിങ്ങൾക്ക് നോഹയെ? ബൈബിൾ വായിച്ച എല്ലാവർക്കും അറിയാം. നോഹയുടെ ദൈവം പറഞ്ഞു, നോഹയെ ഒരു പെട്ടകം ഉണ്ടാക്കണം. പെട്ടകം ഉണ്ടാക്കി. ജലപ്രളയം വന്നു, കഴിഞ്ഞു, പുറത്തിറങ്ങി. നോഹയ്ക്ക് 3 കുഞ്ഞുങ്ങൾ. ആദാമിനോട് ദൈവം പറഞ്ഞ സെയിം ദൂത് പറയുന്നു നോഹയോട്, നീ ഭൂമിയിൽ വർദ്ധിച്ചെന്ത് ചെയ്യണം? പെരുകണം. എങ്ങനെ? ഭൂമി മുഴുവൻ നോഹയുടെ പിള്ളേർ. ഞാൻ ചോദിച്ചു എന്തിന്? അല്ല, നോഹയ്ക്ക് യഹോവയുടെ കൃപയുണ്ട്. അതുകൊണ്ട് കൃപയുള്ളവന് തലമുറ ഉണ്ടായാൽ കൃപയുള്ളവന്റെ തലമുറയെ കൊണ്ട് ഭൂമി ഫുൾ നിറയണം. നടന്നില്ല. നോഹ പാപം ചെയ്തു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി വിട്ടില്ല. കുറെ കഴിഞ്ഞപ്പോൾ വേറൊരാളെ വിളിച്ചു. പേര് അബ്രഹാം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കാരിലെ മണൽത്തരികൾ പോലെ നിനക്ക് തലമുറയെ തരും. ഞാൻ ചോദിച്ചു, ഈ പുള്ളിക്ക് എന്തിനാ ഇത്ര തലമുറകൾ?
ഒറ്റ കാര്യമുള്ളൂ, അവൻ എൻ്റെ സ്നേഹിതനാ, അവൻ എൻ്റെ സ്നേഹിതനാകിയാൽ അവൻ എൻ്റെ സ്വഭാവമുണ്ട്. എൻ്റെ സ്നേഹിതന് എൻ്റെ സ്വഭാവമുണ്ടെങ്കിൽ ആ അബ്രഹാമിൽ കൂടെ ഉണ്ടാകുന്ന തലമുറകൾക്കും ആരുടെ സ്വഭാവം ഉണ്ടാവും? പക്ഷേ നടന്നില്ല. നിങ്ങൾക്കറിയാം, നടന്നിരുന്നെങ്കിൽ യേശു വരികയില്ലായിരുന്നു. യേശു വന്നു കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചതിന് ശേഷം കർത്താവ് ഒരു പദ്ധതി ഇട്ടു, വീണ്ടും ജനനമെന്ന് പറയുന്നത്. അവരെ കൊണ്ടൊക്കെ നടന്നിരുന്നെങ്കിൽ വീണ്ടും ജനനമെന്ന സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ഒരൊറ്റ ദൂത് ഗൗരവമായിട്ട് പറയാം. കുടുംബത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്, രണ്ടുപേർ ഇന്ന് തൊട്ട് ഒരുമിച്ച് സഞ്ചരിക്കും. ചില മണിക്കൂർ കഴിയുമ്പോൾ ഇവർക്ക് ഒരുമിച്ച് സഞ്ചരിക്കാൻ പെർമിഷൻ കൊടുക്കുകയാണ്. അവരുടെ കാര്യം അവർക്ക് തീരുമാനിക്കാൻ പറ്റും. സ്തോത്രം. ഞാൻ തുറന്നു പറയുന്നത്, ഇനി പിക്നിക്കായി, സ്തോത്രം, ഹണിമൂൺ ട്രിപ്പായി, ടൂറ് പോക്കലായി, ഫുഡ് കഴിക്കലായി, 1 വർഷം കഴിഞ്ഞു, അതിൻ്റെ സന്തോഷം കഴിഞ്ഞു, പിന്നെ പ്രാരാബ്ദം പേറി എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനല്ല. ഈ കുടുംബ ജീവിതത്തെക്കുറിച്ച്, സാക്കലുടെ കുടുംബത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിന് സ്വഭാവമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടും ദൈവത്തിന് സ്വഭാവമുള്ളവരെ കൊണ്ടും ഭൂമി നിറക്കിയ, ദൈവ സ്വഭാവത്താൽ നിറക്കുക എന്നുള്ള ഗൗരവമായ പദ്ധതിയാണ് ഓരോ കുടുംബത്തിന് മുമ്പിലുമുള്ളത്. തീർച്ചയായും ഞാൻ ആശംസിക്കുന്നു, എൻ്റെ സഹോദരൻ എന്ന നിലയിൽ ഞാൻ അൻപിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്തിന്? ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ള കുടുംബം എന്താണോ അങ്ങനത്തെ ജീവിതം നയിപ്പാൻ. അൻപിൻ്റെ കൂടെ ഒത്തിരി സഹോദരങ്ങളുണ്ട്, വിവാഹം കഴിക്കാത്തവരുണ്ട്. അൻപ് അവർക്കൊരു മാതൃകയായി ദൈവത്തിന് ഹിതപ്പുള്ളൊരു ജീവിതം നയിപ്പാൻ അൻപിനെയും ജിബിയെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ചുവട് വെക്കുന്നവരോട് ഞാൻ കടപ്പാടിനെ കുറിച്ച് പറയേണ്ടതേ ഇല്ല. ഒരു കടപ്പാട് പറയണ്ടേ. ഇപ്പൊ ഞങ്ങളിവിടെ വായിച്ചാലും പറഞ്ഞാലും നിങ്ങൾ തോന്നുന്നുണ്ടോ അവർ ശ്രദ്ധിക്കുമെന്ന്? സ്തോത്രം. അൻപ് ശ്രദ്ധിക്കുന്നുണ്ട്, ജിബി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ എങ്ങനെ ഉണ്ട്, സാരി ഓക്കെ ആണോ, ഇരിക്കുന്നത് ശരിയാണോ, ഇതൊക്കെയാണ് അവരുടെ മനസ്സിലെ ചിന്ത. സ്തോത്രം. ഇത് വായിക്കുന്നത് കൊണ്ടൊന്നും അവർ മനസ്സിലാക്കത്തില്ല, മനസ്സിലാക്കും പിന്നത്തേതിൽ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇപ്പൊ ഇതൊന്നും വാക്യസഹിതം വായിച്ച് കേൾപ്പിച്ചില്ലെങ്കിൽ പോലും ദൈവസ്നേഹത്തിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ളൊരു കുടുംബം നയിക്കാനാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ ആരും ഒന്നും പറയേണ്ടി വരത്തില്ല. അവരുടെ ലൈഫ് ഏറ്റവും അനുഗ്രഹമായിരിക്കും. മനസ്സിലാക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കരങ്ങളൊന്ന് വീശി കർത്താവിന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് അങ്ങനെ ദൈവഹിത പ്രകാരമുള്ള ബ്ലെസ്സഡ് ആയിട്ടുള്ളൊരു ജീവിതം നയിപ്പാൻ അൻപിനെയും ജിബിയെയും കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും കൂടെ എൻ്റെ വാക്കിൽ ഞാൻ വിരമിക്കുന്നു.